അവിടുത്തെയും കസ്റ്റമേഴ്സും നല്ല വ്യത്യാസമുണ്ട്. കസ്റ്റമേഴ്സിന് ഇവിടെ മോശമാണെന്നല്ല, നമ്മളുടെ പർച്ചേസിങ് പവറും ഇതും നമുക്കാണ് കൂടുതൽ. എന്നിരുന്നാലും അവിടെ ഒരു മോളിൽ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മോളിലും തിരക്കുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ ആകുമ്പോൾ ഒരു മോള് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ GCD കോംപ്ലക്സ് ഇവിടെ എറണാകുളമുണ്ട്, നല്ലൊരു കോംപ്ലക്സാണ്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു 18 ടോയ്ലറ്റ്സ് ഉണ്ട്, നല്ലൊരു കോംപ്ലക്സാണ്. പക്ഷേ എന്തോ അത് അങ്ങനെ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും ബിസിനസ് ചെയ്യാനും ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിക്കാനും പറ്റിയ രാജ്യം ഏതാണ്? സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യ ഒഴികെ ഇന്ത്യക്കാരായ ഞാൻ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ പോയാൽ പർച്ചേസ് ചെയ്യാനേ സാധിക്കില്ല. ഇന്ത്യയിൽ ഉള്ള വിലക്കുറവ് മറ്റുള്ള രാജ്യങ്ങളില്ല. ഒന്ന്, നമ്മളുടെ റുപ്പീസും ഡോളറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അവിടെ കാണുമ്പോൾ അവിടുത്തെ രീതികളും അത് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇതനുസരിച്ചായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുക. അതേ സമയത്ത് അവർക്ക് വരുമാനം കൂടുതലാണ്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോയുമ്പോൾ സ്വിറ്റ്സർലാൻഡിൽ അവർക്ക് വരുമാനം ഭയങ്കര വരുമാനമാണ്, അവേഴ്സിലാണ്. അതുപോലെ ഫ്രാൻസിലത് അവേഴ്സിലാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ അവർക്ക് 100 രൂപ ആകും. ആ വ്യത്യാസം കറക്റ്റായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുകയാണെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 12 രൂപ. അത് തന്നെ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുപ്പി വെള്ളത്തിന് 70 രൂപ, 100 രൂപ, 110 രൂപ, ഇങ്ങനെ ഈ വില വ്യത്യാസം കാണുന്നുണ്ട്. നമ്മളെ കൊണ്ട് അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ വാല്യൂ അനുസരിച്ച് നല്ല പർച്ചേസ് ചെയ്യാം. താങ്കളുടെ സ്ഥാപനത്തിൽ ഗിഫ്റ്റ് അടക്കം എല്ലാം കാണുന്നുണ്ട്. ഇമ്പോർട്ടഡ് ഗിഫ്റ്റ് എല്ലാം ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. ഗിഫ്റ്റ് ചൈനീസ് പ്രൊഡക്ട്സ് എല്ലാം ഇമ്പോർട്ടഡ് ആണ്. അത് ഇമ്പോർട്ടേഴ്സിൽ വന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. ഇത് തന്നെ ഞാൻ ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു. ചൈനയിൽ പോയിട്ട് നമ്മൾക്കൊരു പർച്ചേസ് ചെയ്യാനുള്ള സാധിക്കില്ല. റീറ്റെയിൽ കടകളിൽ നമ്മൾ വീട്ടിലെ കുട്ടികൾക്കോ വാങ്ങിക്കണമെന്ന് തോന്നിയാൽ അത് സാധിക്കുന്നില്ല. ഇവിടത്തെക്കാളും ഒരു 10 times 20 times വില വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളീയരുടെ പ്രോഡക്റ്റ് കടയിലുണ്ടല്ലോ, ഇത് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏതാണ്? നമ്മുടെ ചൈന പ്രോഡക്റ്റ് താരതമ്യം ചെയ്യുമ്പോൾ അത് ഹാൻഡിക്രാഫ്റ്റ്സ് നമ്മുടെ ആണല്ലോ. ഹാൻഡിക്രാഫ്റ്റ്സ് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് നമ്മളുടെ ഏറ്റവും നല്ലത്. ഹാൻഡിക്രാഫ്റ്റ്സ് മീൻസ് വുഡ് ആയിക്കോട്ടെ, ബ്രാസ്, ലാംപ്സ്, ഇതൊക്കെ കേരള പ്രോഡക്ട്സ് ആണ്. അതൊക്കെ ഈ പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ്. കൂടുതലും തോപ്പണ്ടി ഫോറിനേഴ്സ് വരുന്നത് താങ്കളുടെ കടയിൽ ഈ ടൂറിസ്റ്റ് അധികം ഫോറിനേഴ്സ് വരുന്നുണ്ട്. ടൂറിസ്റ്റ് ഷിപ്പ് വരാണെങ്കിൽ വരാറുണ്ട്. വന്ന് ഈ ബ്രാസ്, ഈ വുഡ്, ഇങ്ങനത്തെ സാധനങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ സാധനങ്ങളാണ്. ഭയങ്കര അതോടൊപ്പം തന്നെ കുറച്ചു നേരം നമുക്കൊന്ന് ഫാമിലിയിലേക്കൊന്ന് വീട്ടിൽ ആരെല്ലാം ഉണ്ട്? വീട്ടിൽ മദർ, വൈഫ്, 3 കുട്ടികൾ. 3 കുട്ടികൾ. മൂത്തവൻ ഡിഗ്രി കഴിഞ്ഞ് യൂസഫ്. ഫാദർ നെയിം യൂസഫ് ആയിരുന്നു. മൂത്തവൻ്റെ പേര് യൂസഫാണ്. അവൻ ഇപ്പോൾ തോപ്പുംപടിയിൽ ഇപ്പോൾ സ്മാർട്ട് കിച്ചൺ എന്നിട്ട് പ്രസ്റ്റീജിൻ്റെ ഒരു സ്മാർട്ട് കിച്ചൺ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുകളിൽ ക്രോക്കറി V+ എന്നിട്ട് ക്രോക്കറി ഷോപ്പാണ്. അത് അവനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൺട്രോളിലാണ് ഞാൻ കൊടുത്തത്. മൂത്ത മകൻ്റെ കൺട്രോളിലാണ്. മൂത്ത മകള് ഡിഗ്രി 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കണം. അവളുടെ വിവാഹം ആയിട്ടുണ്ട്. അടുത്തന്നെ. പേര് പറഞ്ഞില്ല. രണ്ടാമത്തോള് ജംന. അവളുടെ ഇപ്പോൾ 2nd ഇയർ കഴിഞ്ഞ് അടുത്ത വർഷം വിവാഹം ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ചെറുതാണ്, അത് 5th സ്റ്റാൻഡേർഡ് പഠിച്ചിരിക്കുന്നു. ആദിൽ. വൈഫിൻ്റെ പേര് ഉമ്മൈബ. ദൈവാനുസരിച്ച് നല്ല ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംതൃപ്തനാണോ ഈ ബിസിനസ്? തീർച്ചയായിട്ടും. എനിക്ക് അതേപോലെ ഞാൻ പൂർണ്ണമായിട്ടും ഇതിൽ ലയിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കച്ചവടം ഇഷ്ടപ്പെടുന്നത്. താങ്കൾ നേരത്തെ ചോദിച്ചില്ലേ തുണിക്കച്ചവടം ചെയ്യാൻ പാടില്ല. സംഭവം ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് വേറെ കച്ചവടത്തിലേക്ക് ഇഷ്ടമില്ലാത്തത്. ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ്. ഇനി ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ
അപ്പോൾ ഇടയിൽ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ബിസിനസ്സിൽ, അത് നമ്മുടെ വീട്ടുപകരണ സാധനങ്ങൾക്കുള്ള ബിസിനസ്. നമുക്കൊരു അംബീഷൻ, ഒരു ലക്ഷ്യം എല്ലാം ഉണ്ടാവും, ഒരു ആഗ്രഹം ഉണ്ടാവും ജീവിതത്തിൽ. ഈ ബിസിനസ് എന്താണ്? തീർച്ചയായിട്ടും അതാണ് ഞാൻ ശരിക്ക് ഞാൻ ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ അഡിക്റ്റ് ആയിട്ടാണ് എൻ്റെ കച്ചവടത്തിൽ എൻ്റെ വ്യാപാരത്തിൽ ഞാൻ അഡിക്റ്റ് ആയിരിക്കണം. അപ്പം എനിക്ക് വേറെ ഇന്ന് ഉള്ള ചിന്തയില്ല. എനിക്ക് ഇപ്പോഴുള്ള ഈ വ്യാപാരങ്ങൾ ഒന്ന് വളർത്തിക്കൊണ്ടുപോവുക, ഒരു റൂഫിലേക്ക് ഇത് കൊണ്ടുപോകുക. ഇപ്പം എൻ്റെ രണ്ട് സ്ഥാപനമായിട്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാനുള്ള ഒരു യത്നം കൂടി ഉണ്ട്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് ദൈവാനുവദിച്ച് നടക്കുകയാണെങ്കിൽ ഒറ്റ റൂഫിൽ തന്നെ എല്ലാം കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹം കൂടി ഉണ്ട്. ദൈവം കൂടി കനിഞ്ഞാൽ. ഇത്ര നേരം നമ്മുടെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് ഉണ്ടായാൽ അദ്ദേഹം എടുത്തിരിക്കുന്ന എഫർട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ എഫർട്ടിന്റെ ഗുണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അത്രക്കധികം എഫർട്ട് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ചിലർ അഡിക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത് മദ്യത്തിന് അഡിക്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന കർമ്മത്തിന് തന്നെ അഡിക്റ്റാണ്. ഈ താഹിർ എന്ന് പറഞ്ഞ ഈ തോപ്പുംപടിക്കാരൻ, പാലക്കാടുകാരനാണെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ തോപ്പുംപടിക്കാരൻ. തോപ്പും എല്ലാവർക്കും ഫോട്ടോ വെച്ചാലൊക്കെ പള്ളിടത്തിലൊക്കെ എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹത്തിൻ്റെ സ്വപ്നമായ ഒരു കുടക്കീഴിൽ എല്ലാം കൂടി ഒരു ഗൃഹോപകരണം എല്ലാം ഒരു ഒറ്റ കുടക്കീഴിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര നേരം ഞങ്ങളെ കൂടി സഹകരിച്ചതിന് താഹിറിന് വളരെ നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ സ്ഥാപനമായ വി ആസ്റ്റോസ്, വേമ്പടി വെസൽസ്, V+ എന്നീ സ്ഥാപനങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വേമ്പടി സ്റ്റോഴ്സിൻ്റെ ഉടമയായ താഹിറുമായിട്ടുള്ള അഭിമുഖമാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അഡിക്റ്റ് ആണെന്നാണ്. എന്ന് വെച്ചാൽ അത്രക്കധികം അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, കമ്പനിയുടെ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഞാൻ കമ്പനിയുടെ പക്ഷത്തല്ല നിൽക്കുന്നത്, ഞാൻ നിൽക്കുന്നത് കസ്റ്റമറുടെ പക്ഷത്താണ്. അതായത് മഹാത്മാ ഗാന്ധിജി പറഞ്ഞേക്കുന്ന പോലെ കസ്റ്റമർ നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ എപ്പോഴും പൂജിക്കണം. കാരണം അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സർവീസാണ് അവർ തരുന്ന പൈസക്കുള്ള വേതന. അവർ തരുന്ന എത്ര രൂപയാണോ അതിനുള്ള പ്രോഡക്റ്റും അതിനുള്ള ആഫ്റ്റർ സർവീസും അത് കൊടുക്കുക. അതാണ് താഹിറിന്റെ ലക്ഷ്യം. ഇതേപോലെ ആകട്ടെ മറ്റുള്ള സ്ഥാപനത്തിലെ ഉടമകളും. എന്നിരുന്നാൽ മാത്രമേ നമ്മൾക്ക് കിട്ടേണ്ട പ്രോഡക്റ്റിന്റെ ഗുണമേന്മ കൂടാൻ ചാൻസ് ഉള്ളൂ. ഇത്ര നേരം കണ്ടുവിടുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതേപോലത്തെയുള്ള താഹിറും അതേപോലത്തെ വ്യക്തികളുമായിട്ട് നമുക്ക് ഇതേ സമയത്ത് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.